ഹലോ ഗീസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിമോട്ട് കൺട്രോൾ കാറിൻ്റെ ലൈറ്റ് എടുത്ത് അതെങ്ങനെ ഒരു സെറ്റ് പോലെ ചെയ്തെടുക്കാമെന്നാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സെറ്റ് നമ്മളെങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു സെൽ ബാറ്ററിയാണ്. ഈ സെൽ ബാറ്ററി എന്ന് പറയുന്നത് നമ്മളൊരു കമ്പി വെച്ച് വയർ കൊടുത്തപ്പോൾ അത് നിൽക്കാത്തതുകൊണ്ട് നമ്മളൊരു കമ്പി വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പം കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് 2 കമ്പി വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വെക്കാനായിട്ട് ഒരു ബോക്സ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ്. ഈ ബോക്സ് എന്തോ ഒരു ഇതിൻ്റെയാണ്, എനിക്കതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ബോക്സും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലൈറ്റ്, ഇത് 2 ലൈറ്റാണ് വരുന്നത്. ഇതും ഒരു ലൈറ്റ്, ഇതും ഒരു ലൈറ്റ്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ്, ഓൺ ഓഫ് ആണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത്. ഈ ബാറ്ററി ഇല്ലാതെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനി മോട്ടറും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ട് ലൈറ്റും ഇതിൻ്റെ സെൻസറും എല്ലാം മാത്രമായിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളകി നടപ്പുണ്ട്, അത് നമുക്ക് കാര്യമാക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ 2 സ്ക്രൂ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ ഒരു ഫ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഭംഗിക്ക് ചുമ്മാ വെക്കുന്നതാണ്. ഒരു ചുമ്മാ ഒരു ഇത്, അത് തന്നെ ഇരുന്നിട്ട് കാണാൻ ഒരു രസമില്ലാത്തതുകൊണ്ട് അത് മാത്രം ഒരു ചുമ്മാ ഒരു ഇതിന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അത് ന്യൂട്രലിൻ്റെ അത് നല്ല ടൈറ്റിൽ അല്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ചുറ്റി എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അഴിഞ്ഞ് വരാൻ ഇച്ചിരി ഇതായിരിക്കും. അപ്പോൾ ഫേസിനോടൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചുറ്റുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി കഴിഞ്ഞ് അഥവാ പോന്നാലോ. അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ഇതിലേക്ക് നമ്മുടെ 2 വയറും വെച്ച്, വയറില കമ്പിയും വെച്ചിട്ട് ഇതൊന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ബാറ്ററി ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അത് നമുക്ക് കാര്യമില്ല. അപ്പം നമ്മളങ്ങനെ ബാറ്ററി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ബോക്സ് ഒന്ന് അടച്ചു കൊടുക്കാം. അതിനുവേണ്ടി ആ ഹോള് കറക്റ്റ് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. ഇവിടുത്തെ ഈ റബ്ബർ എൻ്റെ ആ സാധനം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല കേട്ടോ. ഇതൊന്നും അടയാതെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. അതിനിതെല്ലാം കറക്റ്റ് ചെയ്തതേ നമ്മുടെ വയർ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സ്ക്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് ടൈറ്റ് ചെയ്യണം. അവിടെ സ്ക്രൂ എന്തിടാ ഉണ്ട്. അപ്പോൾ ഗ്യാസ് നമ്മൾ ലൈറ്റിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് പുറത്ത് വരുന്നൊക്കെ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയായിട്ട് കുറേ ഹോൾസ് ഉണ്ട്. അതിലൊരു ഹോൾസിൽ കൂടെ നമ്മൾ ഈ ചെറിയ സ്ക്രൂ എടുക്കുന്നുണ്ട്. മറ്റേ ഒരു സ്ക്രൂ നമുക്ക് ജസ്റ്റ് ഒരു ഇതിന് നമ്മൾ ഫ്യൂസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ടൈറ്റ് ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം അടിയിൽ ബാറ്ററിയിൽ മുട്ടി നിൽക്കുവാണ്. പിന്നെ ടൈറ്റ് ആവില്ല ഒത്തിരി. നമ്മൾ ചെരിച്ചൊക്കെ വെച്ച് ഇച്ചിരിയെങ്കിലും ടൈറ്റ് ആവുന്നൊക്കെ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിവിടെ സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇതിങ്ങനെ തിരിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ഹോളിൽ കൂടെ കയറില്ലെന്ന്. അപ്പോൾ നമ്മളിത് തിരിച്ച് വെച്ചിട്ട് ഇവിടെയും കുറേ ഹോൾസ് ഉണ്ട്. ഇതിലൊരു ഹോൾസിൽ കൂടെ കയറ്റാനായിട്ടാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇതിലൊരു ഹോളിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് കൂടെ ആകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്യൂസ് വെക്കാനുള്ള പണി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കണക്ഷൻ കൊടുക്കാം. കാരണം ഫ്യൂസ് വെക്കുമ്പോൾ നമ്മുടെ ഇന്ന് എന്തെങ്കിലും തെറ്റിയോ തട്ടിയോ പൊങ്ങാനും പോയാൽ ചിലപ്പം ഇത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യമേ ഫ്യൂസ് വെക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ ഫ്യൂസിനുള്ള സ്ക്രൂവും കൂടെ എടുത്ത് ഈ ഫ്യൂസിൻ്റെ അകത്തൂടെ ഇടാൻ പോവാണ്. ഇതൊരു വലിയ സ്ക്രൂ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇറങ്ങുള്ളെന്ന് തോന്നുന്നു, കാരണം അടിയിൽ ബാറ്ററി ഉള്ളതുകൊണ്ടാണ്.
അപ്പോൾ അതവിടെ നമ്മൾ ടൈറ്റ്, ഒത്തിരി ടൈറ്റല്ല, ചെറിയൊരു ലൂസാണ്. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്യൂസ് അങ്ങ് ക്ലോസ് ചെയ്യാം. നമ്മൾ ഫ്യൂസ് അങ്ങ് ക്ലോസ് ചെയ്തു. നമ്മുടെ കണക്ഷൻ പരിപാടികൾ തുടങ്ങാം. ഇതാദ്യമേ ഓണാക്കി ഇടാം. ഓണാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ന്യൂട്രലിലോട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഫേസിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഫേസ് കണക്റ്റ് ആയിട്ടും ഓൺ ആവാത്തതുകൊണ്ട് ഒന്ന് ഓക്കെ അത് മാറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി കൂടെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് ഇവിടെയും കൊടുത്തു, ന്യൂട്രൽ വയർ ഇവിടെയും കൊടുത്തു നോക്കുവാണ്. എന്തോ ഒരു പണി പറ്റിയിട്ടുണ്ട്. ഇത് തമ്മിൽ മുട്ടാത്തേൻ്റെയാണോ എന്നൊക്കെ നമുക്കിനി നോക്കാം. ഇനി തിരിച്ചുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ഗൈസ് കത്തി തുടങ്ങി. നമ്മുടെ സ്വിച്ച് ഇങ്ങനെ ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തു വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും. ഒന്ന് അവിടെ ടൈറ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡ് ചെയ്താണേലും വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സോൾഡർ കാര്യമായിട്ടില്ല, അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ സ്ക്രൂവും നമ്മൾ ലൂസായിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ അതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സ്ക്രൂ കണ്ടേ ഉള്ളതെന്ന് വേണം നമ്മൾ ഒത്തിരി ടൈറ്റ് ആക്കാൻ. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉരുവിരി പോവാണ്. സോൾഡർ ഇല്ലാത്തതിൻ്റെ ഒരേ ഒരു പ്രശ്നമാണ്, നിങ്ങൾ സോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബ്ലൂ ലൈറ്റ് ഉള്ളതായിരുന്നു, അത് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒത്തിരി പവർഫുള്ളായിട്ട് കത്തുന്നില്ല, ഇടയ്ക്ക് കത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് കൂടെ ചെയ്യുക.